ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിനായിട്ട് നമ്മൾ 2 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ നമ്മൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അടുപ്പത്ത് ചട്ടി ചൂടായ ശേഷം 100 ml എണ്ണ, നല്ലെണ്ണയാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കൊരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ മൂത്ത് വരുന്ന വരെ നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഉലുവ വറുത്ത് വെച്ചതാണ് എണ്ണയിൽ. നമ്മളിതിൻ്റെ തെളി മാത്രം എടുത്തിട്ട് നമ്മളിതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കരിഞ്ഞു പോവാതെ നോക്കണം. ചെറിയ രീതിയിലൊന്ന് മൂത്താൽ മതിയായിരിക്കും. ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിനായിട്ടൊരു 20 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ് ഇതിൽ ചേർക്കുന്നത്. അതിന് ശേഷം നമുക്കൊരു 5 തണ്ട് വേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകും നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 2 മണിക്കൂറാണ് മാങ്ങ നമ്മൾ അരിഞ്ഞതിന് ശേഷം ഉപ്പ് തിരുമ്മി വാലാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. മൂത്ത് വന്ന പച്ചമുളക് ഇഞ്ചി ചട്ടിയിലോട്ട് നമ്മൾ മുളക് പൊടി ചേർക്കണം. 3-4 ടീസ്പൂണ് മുളക് പൊടിയാണ് ഇതിന് ചേർക്കുന്നത്. അത് കൂടാതെ തന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ഒരു 2 ടീസ്പൂണും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല റെഡിഷ് കളറായിട്ട് നമുക്ക് കിട്ടും. ഇത് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ശേഷം നമുക്ക് നമ്മുടെ മാങ്ങ 2 മണിക്കൂർ ഊറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള വെള്ളമാണ്. ആ വെള്ളം നമ്മൾ ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല റെഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ കിടന്ന് തിളയ്ക്കണം. ഇതിലോട്ട് നമുക്കിനി ഒരു 2 ടീസ്പൂണോളം ചൊറുക്ക നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പുളിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് അച്ചാർ കേടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നല്ലപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൊറുക്ക ഒഴിച്ചതിന് ശേഷം അതൊന്നും കൂടെ ഒന്ന് നല്ലോണം തിളച്ച് വരണം. ഇനി കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് ചട്ടിയുടെ ഏറ്റവും മുകൾ ഭാഗത്തിലോട്ടാവും. ഇനി ഇതും ഒന്ന് ചെറിയ രീതിയിലൊന്ന് തിളച്ച് വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് നമുക്ക് ഒരല്പം പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും കൂടി ബാലൻസ് ആവാനായിട്ടാണ്. ഇതിലോട്ട് നമ്മൾ ഒരു ചെറിയ ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. കല്ലുപ്പാണ് ചേർക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇതുപോലെ നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മാങ്ങ നമ്മൾ വേവിക്കുന്നില്ല കേട്ടോ.
നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എണ്ണയിലിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഉലുവ, ആ ഉലുവ നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് പൊടിച്ചെടുത്തത് ഏറ്റവും അവസാനമാണ് നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കായംപൊടി ചേർക്കാനുള്ളത്. കായംപൊടി നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മളിതിൽ അച്ചാർ പൊടി ഇതിൽ മിക്സ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ അച്ചാറിലുള്ള അച്ചാർ പൊടി ചേർത്തിട്ടില്ല. കായംപൊടി നമ്മളിതിന് വേണ്ടി ചേർത്തിരിക്കുന്നത്. അത് ലാസ്റ്റ് സ്റ്റേജിലാണ് ഉലുവാപ്പൊടി കായംപൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നത്. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വയ്ക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ വെളിച്ചെണ്ണയൊക്കെ എണ്ണയൊക്കെ മുകളിൽ തന്നെ പൊന്തി വരും. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മളതൊന്ന് ചെറിയൊരു ഇത് വെച്ചിട്ട് നമ്മളൊന്ന് മൂടി കൊടുക്കണം. എണ്ണയ്ക്കിടെ മാങ്ങച്ചാറിൻ്റെ മുകളിലോട്ട് തെളിഞ്ഞ് നിൽക്കും. എണ്ണ എപ്പോഴും മാങ്ങയുടെ മുകളിൽ നിൽക്കണം. ഇനി ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കും. എണ്ണ ഇപ്പോഴും അച്ചാറിൻ്റെ മുകളിൽ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് ശരിക്കും ആ മാങ്ങയുടെ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.